കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, കർത്താവ്, ഈ വൈകിയ വേളയിൽ, ഈ വ്യാഴാഴ്ച ദിവസം കർത്താവ് ആരാധനയിൽ ഞങ്ങൾ കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം ചെയ്ത വലിയ കൃപയോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നപ്പ. കർത്താവെ, അനേകം വ്യക്തികൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നിലവാരത്തിൽ ഈ ആരാധന അങ്ങ് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും കർത്താവെ, അത് വലിയൊരു മാറ്റമായി മാറട്ടെ. കേൾക്കുന്ന വചനങ്ങൾ അവരുടെ ജീവിതത്തിൽ അത് ഫലം കായ്ക്കുന്ന നിലവാരത്തിൽ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന നിലവാരത്തിൽ അത് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നും നശിച്ചു പോകാത്ത നിലവാരത്തിൽ ആ വചനം അവരുടെ ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതപ്പെടട്ടെ. സ്വർഗത്തിലെ ദൈവം തന്നെ സകല നിയന്ത്രണവും ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എന്താണോ കർത്താവ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെ നാവോടുകൂടെ ഇരുന്ന് പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാചന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആത്മാവിൻ്റെ ഫലങ്ങൾ വായിക്കുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് വിശ്വസ്തത, ദൈവത്തിൽ വിശ്വസ്തരായിരിക്കുക. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ച ജീവിതം, സ്വർഗത്തിലെ ദൈവം പിതാവ് എന്താണോ കർത്താവിനോട് പറഞ്ഞത് അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. കർത്താവായ യേശുക്രിസ്തു പിതാവിൻ്റെ ശബ്ദം കേട്ട് അതനുസരിച്ച് പിതാവിന് വിശ്വസ്തതയോടുകൂടെ ഈ ഭൂമിയിൽ പിതാവ് പറഞ്ഞതുപോലെ ചെയ്യുവാനിടയായി. അതുപോലെ നാം ഓരോരുത്തരെയും ദൈവം ആക്കി വച്ചിരിക്കുന്ന ഇടങ്ങളിൽ വിശ്വസ്തരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവ് പലയിടങ്ങളിൽ നമ്മളാക്കി വെച്ചിട്ടുണ്ട്. ഓരോ ശുശ്രൂഷകളും കർത്താവ് ഏൽപ്പിക്കുമ്പോൾ കർത്താവ് നോക്കും, അതിൽ വിശ്വസ്തത കാണിക്കുന്നുണ്ടോ അതോ അവിശ്വസ്തതയോടുകൂടിയാണോ അത് ചെയ്യുന്നത്. കർത്താവിൽ വിശ്വസ്തനായിരിക്കണമെങ്കിൽ അത് പൂർണ്ണമായിട്ടും ദൈവത്തിന് മരിച്ചു കൊടുത്താൽ മാത്രമേ പറ്റത്തുള്ളൂ. അത് ഒരു വ്യക്തിയിൽ നിന്നും വരുന്ന കാര്യമല്ല, അത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നാണ് ഈ വിശ്വസ്തത. അത് വരണമെങ്കിൽ പൂർണ്ണമായിട്ടും ദൈവസന്നിധിയിൽ കീഴടങ്ങി കർത്താവിന് മരിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയിൽ ആ വിശ്വസ്തത വരുവാനിടയാകും. ദൈവം ഇന്ന് പലരെയും പല ശുശ്രൂഷയ്ക്കായിട്ടും ഏൽപ്പിച്ചിരിക്കുന്നു. വചനം ശുശ്രൂഷിക്കുന്നവരുടെ ജീവിതത്തിലായിരുന്നാലും പല ആത്മീക വരങ്ങളാലും ഓരോ വ്യക്തികളിൽ നിറച്ചിരിക്കുന്നു. പലയിടങ്ങളിലും ഓരോ വ്യക്തികളെ അയക്കാൻ കർത്താവ് ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ് പറയുന്നത്? കർത്താവ് ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് നമ്മോട് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മടിയും കൂടാതെ ദൈവമാണല്ലോ പറയുന്നത് എന്നാൽ പിതാവിൻ്റെ ഇഷ്ടപ്രകാരം നമുക്ക് പോകാൻ കഴിയുന്നുണ്ടോ? അതോ കർത്താവിനെ ധിക്കരിച്ചുകൊണ്ട് അവിടെ മടി കാണിച്ചിരിക്കുന്നവരാണോ? അതോ ചെയ്യുന്ന കാര്യങ്ങളിൽ അവിശ്വസ്തരാണോ നമ്മൾ? സ്വന്തം ജീവിതത്തെ നാം ഒന്ന് ശോധന ചെയ്ത് നോക്കിയാൽ ഏതൊക്കെ ഭാഗങ്ങളിൽ നാം ദൈവത്തിൽ വിശ്വസ്തരായിരുന്നു, ഏതൊക്കെ ഭാഗങ്ങളിൽ അവിശ്വസ്തരായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മളെപ്പോഴും ദൈവത്തിൽ വിശ്വസ്തരായിരിക്കുക എന്നുള്ളത് തന്നെയാണ്. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോഴും പിതാവ് എന്തെല്ലാം കാര്യം പറഞ്ഞോ അതെല്ലാം യേശു വിശ്വസ്തതയോടുകൂടെ ചെയ്യുവാനിടയായി. ഒരു ഭാഗത്തും പിതാവിനെ ധിക്കരിച്ചുകൊണ്ട് യേശു ഒന്നും ചെയ്തില്ല. വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓരോ സെക്കൻഡിലും പിതാവിൻ്റെ സാന്നിധ്യത്തിൽ ജീവിച്ചു. എന്താണോ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ നിലവാരത്തിൽ നമ്മുടെ ജീവിതം മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് ജീവിക്കേണ്ട വഴി കർത്താവ് തന്നെ ഈ വചനത്തിലൂടെ പറയുന്നുണ്ട്. ആത്മീകമായിട്ട് എങ്ങനെ വളർച്ച പ്രാപിക്കാം, എങ്ങനെ ആത്മാവിൻ്റെ ഫലങ്ങളാൽ നിറയപ്പെടാം, അതിന് നാം എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം ചെയ്യാൻ പാടില്ല, അതൊക്കെ വളരെ വളരെ വ്യക്തമായിട്ട് ഈ വചനത്തിൽ പറയുന്നുണ്ട്. ആത്മീകമായിട്ട് വളർച്ച പ്രാപിക്കുക എന്നുള്ളത് അത് നമുക്കും കൂടെ ഒരു താല്പര്യം വേണം. ദൈവസന്നിധിയിൽ മുട്ടുമടക്കാൻ ഒരു താല്പര്യം ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ ദൈവം പൂർണ്ണമായിട്ടും അതിനുള്ള കൃപ കൊടുക്കുവാൻ ശക്തനാണ്. അതുപോലെ വിശ്വസ്തത, ഈ വിശ്വസ്തത എന്ന് പറയുമ്പോൾ അത് കർത്താവിൻ്റെ സ്വഭാവമാണ്. അത് നമ്മിൽ വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു.
കർത്താവിൻ്റെ സ്വഭാവ ഗുണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ കർത്താവ് ഇതിൽ പറയുന്നുണ്ട്, വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ വിശ്വസ്തത നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടട്ടെ, അതിനായിട്ട് മുട്ടുമടക്കാം. കർത്താവ് ഇപ്പോൾ ഒരു കൺവെൻഷൻ സൈറ്റുകളിലായിരുന്നാലും നമ്മെ അയക്കുന്നുണ്ടെങ്കിലും അതിൽ ചെയ്യുന്ന ചെറിയൊരു കാര്യമായിരുന്നാലും അത് വിശ്വസ്തതയോടുകൂടെ ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിൽ കർത്താവ് നോക്കും. കർത്താവിൻ്റെ കണ്ണുകൾ എപ്പോഴും മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു. എപ്പോഴും ആ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ നമ്മുടെ ഹൃദയങ്ങളെയും ആരായുന്നു. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമ്മളൊരു മടി പിടിച്ചിട്ട് പുറമെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, കർത്താവിൽ പൂർണ്ണ മനസ്സോടെ ഓരോ കാര്യവും ചെയ്യണമെന്നാണ് വചനം പറയുന്നത്. പൂർണ്ണ മനസ്സോടെ ചെയ്യുന്നത് മാത്രമേ അത് കർത്താവ് പ്രസാദിക്കത്തുള്ളൂ. അതെന്ത് തന്നെയായിരുന്നാലും, ദൈവത്തിന് കൊടുക്കുന്നതായിരുന്നാലും എന്ത് കാര്യമായിരുന്നാലും അത് പൂർണ്ണ മനസ്സോടെ കർത്താവ് ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ അത് ചെയ്യണം. സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇത്രത്തോളം കർത്താവ് നടത്തിയിട്ടും കർത്താവിന് വേണ്ടി എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പ്രസാദിക്കുന്നത് വന്നിട്ടുണ്ടോ എന്നൊന്ന് ശോധന ചെയ്യണം. ഇതുവരെ ആത്മീകമായിട്ട് നാം ഇത്ര വർഷത്തോളം കർത്താവിനെ കണ്ടുമുട്ടിയിട്ടും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ നാം ഫലം കൊടുത്തിട്ടുണ്ടോ, അതോ ഇന്നും അതേപോലെയാണോ ഇരിക്കുന്നത്, അതോ അതിനപ്പുറമായോ എന്ന് നാം നമ്മുടെ ജീവിതത്തെ ഒന്ന് നോക്കണം. കർത്താവിനെ കണ്ടുമുട്ടിയ നാളിലുള്ള ആ ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴുമുണ്ടോ, അതോ ഇന്നത് കുറഞ്ഞു പോയോ? കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ എത്രമാത്രം സന്തോഷമായിരുന്നു. അപ്പോഴോരോ തീരുമാനങ്ങളും എടുത്ത് നാം ജീവിച്ചില്ലേ? ഇനി യേശുവിനായിട്ട് ജീവിച്ചോളാം, കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചോളാം, ജീവിതം യേശുവിനായി എന്നൊക്കെ പറഞ്ഞിറങ്ങി തിരിച്ചിട്ട് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നൊന്ന് നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യണം. കർത്താവിൽ എപ്പോഴും ബലം കായ്ക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആ ബലം ക്രിസ്തുവിൽ നിലനിൽക്കുന്നതായിരിക്കട്ടെ. മുന്തിരിവള്ളിയും കൊമ്പുകളും എന്നൊരു ഉപമ കർത്താവ് അതിൽ പറഞ്ഞിരിക്കുന്നു. അതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതം. ഇപ്പോൾ എന്താണ് ആ കൊമ്പ് എന്ത് പറ്റി? ഉണങ്ങിപ്പോയോ? ഉണങ്ങിപ്പോയെങ്കിൽ അത് ഒന്നുകൂടെ അത് ഒട്ടിച്ച് അതിൽ നിന്നും ഇലകൾ തിളർത്ത് വരുന്ന നിലവാരത്തിൽ മാറ്റുവാൻ ദൈവം ശക്തനാണ്. അതിനായിട്ട് നാം നമ്മെ തന്നെ ഒന്ന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള മനസ്സ് നമ്മുടെ ജീവിതത്തിൽ വേണം. കർത്താവിൻ്റെ സന്നിധിയിലേക്കൊന്ന് സമർപ്പിക്കുവാൻ, കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് വിട്ടുകൊടുക്കുവാൻ, താഴ്മയോടിരിക്കുവാൻ, ഞാനെന്ന ഭാവവും നിഗള സ്വഭാവങ്ങളും എല്ലാം മാറ്റിവെച്ച് കർത്താവിൻ്റെ സന്നിധിയിലൊന്ന് വിട്ടുകൊടുക്കുവാനുള്ളൊരു മനസ്സ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും കർത്താവ് നമ്മെ നിറയ്ക്കുവാൻ ശക്തനാണ്. അതുപോലെ ആ വിശ്വസ്തത എപ്പോഴും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഏൽപ്പിക്കുന്ന ഏത് കാര്യമായിരുന്നാലും അതിൽ പൂർണ്ണമായിട്ടൊരു വിശ്വസ്തത ഉണ്ടായിരിക്കണം. ആലയത്തിലായിരുന്നാലും സമൂഹത്തിലായിരുന്നാലും കർത്താവ് എവിടെയൊക്കെയാണോ നമ്മെ ആക്കുന്നത്, വരും കാലങ്ങളിൽ കർത്താവിൻ്റെ വരവ് താമസമാണെങ്കിൽ കർത്താവ് നമ്മെ പലയിടത്തും അയക്കുവാൻ ദൈവം ശക്തനാണ്. കർത്താവിൻ്റെ പദ്ധതികൾ എന്താണെന്ന് നമുക്കറിയില്ല, എവിടേക്ക് അയക്കുമെന്ന് പോലും അറിയത്തില്ല. കർത്താവ് എവിടെ തന്നെ അയച്ചിരുന്നാലും അവിടെ ഒന്നും ഒരു ലജ്ജയും കൂടാതെ വണ്ണം കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന നിലവാരത്തിൽ നാം വിശ്വസ്തരായിരിക്കണം. കർത്താവ് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവിശ്വസ്തതയല്ല കാണേണ്ടത്, വിശ്വസ്തത ദൈവം കാണണം. അവിടെ ദൈവം പ്രസാദിക്കണം. നാം കർത്താവ് ഏൽപ്പിക്കുന്ന കാര്യങ്ങളിൽ അവിശ്വസ്തത കാണിച്ചു കഴിഞ്ഞാൽ അവിടെ ദൈവം ദുഃഖിക്കുകയും പിശാച് സന്തോഷിക്കുകയും ചെയ്യുന്നു. അവിടെ മറിച്ച് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് സന്തോഷിക്കണം. നമുക്കെതിരായി വരുന്ന പിശാചിൻ്റെ ശക്തികൾ ലജ്ജിച്ച് നാണിച്ച് പോകുന്ന നിലവാരത്തിൽ അവിടെ മാറണം. അതിന് നാം ദൈവത്തിൽ വിശ്വസ്തരായിരിക്കുക, കർത്താവ് ഏൽപ്പിക്കുന്ന കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കുക, വചനം വായിക്കുന്ന കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കുക, പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കുക. ദൈവമെല്ലാം നോക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനാ ജീവിതവും കർത്താവ് നോക്കുന്നുണ്ട്. ചില പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാതിരിക്കുന്ന എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിതത്തിൽ ആ പ്രാർത്ഥന നാം ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, കർത്താവിനോടുള്ള ആ ഒരു ആത്മാവിൻ്റെ ആ ഒരു ബന്ധത്തോടെ നാം അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ പ്രാർത്ഥനകൾക്കുള്ള മറുപടി കുറച്ച് വൈകിയേക്കാം. അതുപോലെ നമ്മുടെ ആരാധനകൾ, സഭയിൽ ആരാധനകൾ നോക്കിക്കഴിഞ്ഞാൽ അനേകരും പല വ്യക്തികളും സമൂഹത്തിൽ ആരാധന നോക്കിക്കഴിഞ്ഞാൽ പലരും വരുന്നുണ്ട്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ എത്ര കാണുമെന്നറിയത്തില്ല. കർത്താവിൻ്റെ മുൻപിൽ
വരാൻ മാത്രമാണ് ഇത്രയും നാം ലേറ്റാകുന്നത്. ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ അവിടെ നാം നേരത്തെ പോയി കല്യാണത്തിന് പങ്കെടുക്കുവാനിടയാകും. എല്ലാവരും വരുന്നതിന് മുന്നേ തന്നെ അവിടെ എത്തും. പക്ഷേ ദൈവസന്നിധിയിൽ വരുമ്പോൾ അതിന് നാം വിശ്വസ്തരായിരിക്കാറില്ല. പലപ്പോഴും കർത്താവിൻ്റെ മുന്നിൽ മാത്രമാണിത് കാണിക്കുന്നത്. പക്ഷേ അവിടെ നോക്കിക്കഴിഞ്ഞാൽ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തോട് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെയാണ്. പുറമേ നാം ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അകത്ത് നമ്മുടെ ഉള്ളിൽ ആ ഒരു ഇഷ്ടം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ആ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ നാം ഉറപ്പായിട്ടും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഓടിയെത്തുവാനിടയാകും. അതുപോലെ പല വ്യക്തികളും ഇന്ന് കാണിക്കുന്നത് അതുപോലെ തന്നെയാണ്. നാം ദൈവത്തിൽ നിന്നും പ്രാപിക്കാൻ വേണ്ടി ആലയത്തിലേക്ക് കടന്നു വരും. പക്ഷേ ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ പ്രസാദകരമായിട്ട് നാം വിട്ടുകൊടുക്കാറില്ല. നാം ആലയത്തിൽ വരുമ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ വിടുതലിന് വേണ്ടി നാം ആലയത്തിലേക്ക് വരും. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നാം ആലയത്തിലേക്ക് വരും, ദൈവസന്നിധിയിലേക്ക് വരും. പക്ഷേ അവിടെ കർത്താവിനെ പ്രസാദിപ്പിക്കണം എന്നൊരു ചിന്തയോടുകൂടെ ആരൊക്കെ വരുന്നുണ്ട് ഇന്നത്തെ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ? ദൈവം പ്രസാദിക്കണം, എൻ്റെ ഇന്നത്തെ ജീവിതം കർത്താവ് പ്രസാദിക്കണം, എൻ്റെ ആരാധന ദൈവം പ്രസാദിക്കണം, ഞാൻ ദൈവത്തിൽ വിശ്വസ്തരായിരിക്കണം, കർത്താവ് അത് കാണുമ്പോൾ കർത്താവ് അത് സന്തോഷിക്കണം എന്നുള്ള ഒരു ചിന്തയോട് ആരൊക്കെ ഇന്ന് ആലയത്തിൽ വരുന്നുണ്ട്? നോക്കിക്കഴിഞ്ഞാൽ തുച്ഛമായിട്ടുള്ള കുറച്ച് പേർ മാത്രമേ കാണത്തുള്ളൂ. അതുപോലെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ദൈവത്തിൽ വിശ്വസ്തരായിരുന്നു കൊണ്ട്, ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് കർത്താവ് എപ്പോൾ വന്നിരുന്നാലും ഉണർന്നിരിക്കുന്നവരായി മാറുവാൻ ദൈവത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കുക. എപ്പോഴും ആ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. വിട്ടുകൊടുക്കാനുള്ളൊരു മനോഭാവം. ഞാൻ എന്തോ ആണെന്നുള്ളൊരു ഭാവത്തിൽ നാം ഇരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും കർത്താവിൽ നിന്നും നമുക്കൊരു കൃപയോ ഒന്നും പ്രാപിക്കാൻ സാധ്യമല്ല. നമ്മെ തന്നെ ഒന്ന് താഴ്ത്തി വിട്ടുകൊടുക്കുക. അതുപോലെ കർത്താവ് ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ വിശ്വസ്തരായിരിക്കുക. വചനം നാം ധ്യാനിക്കുന്നവരാണ്. വചനം ഒരു ചടങ്ങ് പോലെ ധ്യാനിക്കാനല്ല ദൈവം പറയുന്നത്. വിശ്വസ്തതയോടുകൂടെ കർത്താവിനോടുള്ള ഇഷ്ടത്തിൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് ജീവിക്കാൻ വേണ്ടി തന്നിരിക്കുന്നതാണ് ഈ ജീവൻ്റെ വചനം. അതിൽ ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആത്മീകമായിട്ടൊരു വ്യക്തി ജീവിക്കണമെങ്കിൽ ആ വ്യക്തി എങ്ങനെ ജീവിക്കണം, ഏതെല്ലാം ഭാഗങ്ങളിലൂടെ പോകണം, എന്തൊക്കെ ജീവിതത്തിൽ വരും എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു. അതിൽ പ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കഷ്ടത വരും, പല പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എല്ലാം വരുവാനിടയാകും. അതിലൊക്കെയും ജയം പ്രാപിച്ച് മുന്നേറണമെന്ന് തന്നെയാണ് വചനം പറയുന്നത്. ആത്മീക ജീവിതമാകുമ്പോൾ പ്രതികൂലങ്ങൾ ഒട്ടനവധി വരുവാനിടയാകും. അവയെല്ലാം എതിർത്ത് നിന്നുകൊണ്ട് അവയെ ജയം നേടുക തന്നെ ചെയ്യണം. കർത്താവ് ജയിച്ചവനാണ്. നാമും ജയം പ്രാപിക്കണമെന്ന് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നാം തോറ്റുകൊടുത്തു കഴിഞ്ഞാൽ അവിടെ ദൈവത്തിൻ്റെ തോൽവിയാണ് നമ്മളിലൂടെ നടക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും കർത്താവിൻ്റെ മഹത്വമായി മാറുക, വിശ്വസ്തത കാണിക്കുക. കർത്താവ് എന്താണോ ഈ ആലയത്തിൽ ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും കർത്താവ് എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നമ്മെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കുക. ഒരു വിളിയും തിരഞ്ഞെടുപ്പും എല്ലാവരുടെ ജീവിതത്തിലുമുണ്ട്. അത് ഉറപ്പാക്കുക. ഓരോ വ്യക്തികളുടെ മേലുള്ള ആ ഒരു വിളി എന്താണോ, കർത്താവ് എന്തിനു വേണ്ടിയാണോ ഓരോ വ്യക്തികളെയും വിളിച്ചിരിക്കുന്നത്, അത് ദൈവത്തോട് തന്നെ നാം ഒന്ന് ചോദിക്കുക. അതിനുവേണ്ടി ദൈവസന്നിധിയിൽ ഒന്ന് മുട്ടുമടക്കുക. കർത്താവ് എന്നെ എന്തിനാണ് വിളിച്ചിരിക്കുന്നത്? എന്താണ് എൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ ഹിതം? എന്തിനാണ് കർത്താവ് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്? അത് അധികം ശ്രദ്ധയോടെ അത് കർത്താവിൻ്റെ സന്നിധി നമ്മെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് അത് നാം ദൈവത്തോട് ചോദിച്ച് മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മളിലൂടെ വരണമെങ്കിൽ നാം പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിൽ കീഴടങ്ങിയേ മതിയാവൂ. നമ്മെ തന്നെ ഒന്ന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും കർത്താവ് നമ്മിൽ നിറഞ്ഞ് കർത്താവ് നമ്മിലൂടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്യും. അതിന് നമ്മെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കുക. ദൈവം ഏൽപ്പിക്കുന്ന കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കുക. ആലയത്തിലായിരുന്നാലും ഒരു ചെറിയ ശുശ്രൂഷകളിലായിരുന്നാലും അത് കർത്താവ് എന്താണോ കർത്താവ് ആഗ്രഹിക്കുന്നത് അതുപോലെ അങ്ങ് ചെയ്യുക. അതിനായി നമ്മെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കുക. ചെറിയൊരു വചനം പറയുവാനായിരുന്നാലും അവിടെ പറ്റില്ല എന്നൊരു വാക്ക് അവിടെ പറയാൻ പാടില്ല. എപ്പോഴും കർത്താവിൻ്റെ വചനം പറയുന്നവരായിരിപ്പിൻ, എപ്പോഴും ശുശ്രൂഷ ചെയ്യുന്നവരായിരിപ്പിൻ. അനേകം വ്യക്തികളെ കർത്താവ് തിരഞ്ഞെടുത്തിട്ടും ഇന്ന് അനേകം വ്യക്തികൾ ദൈവത്തിൽ നിന്നും പിന്മാറിപ്പോയിരിക്കുന്നു. അവരെല്ലാവരും മടങ്ങി വരണമെങ്കിൽ കർത്താവ് ഈ വ്യക്തികൾ
കർത്താവിന് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് പൂർണ്ണമായിട്ടും കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ കീഴടങ്ങി ജീവിപ്പാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ കേട്ട വചനം ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരട്ടെ. കർത്താവ്, ഓരോ വ്യക്തികളും അങ്ങേ പ്രസാദിപ്പിക്കുന്നവരായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവ് തന്നെ നിറഞ്ഞ് അങ്ങയുടെ ആത്മാവ് തന്നെ നിയന്ത്രിക്കുന്ന നിലവാരത്തിൽ ഓരോ വ്യക്തികളുടെ ജീവിതവും മാറട്ടെ. കർത്താവ് എന്താണോ ഈ ആലയത്തിലൂടെ ആഗ്രഹിക്കുന്നത്, ആലയത്തിൽ ഓരോ വ്യക്തികളിലൂടെ ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അതുമാത്രം നിറവേറട്ടെ. സത്യത്തിൻ്റെ ആത്മാവ് തന്നെ എല്ലാ വ്യക്തികളെയും നിയന്ത്രിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ട വചനങ്ങൾ അവരുടെ ജീവിതത്തിൽ ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതപ്പെടട്ടെ. അത് ദുഷ്ടൻ മോഷ്ടിക്കാതെ വണ്ണം കർത്താവ് തന്നെ അവരുടെ ഹൃദയത്തിൻ്റെ പലകയിൽ അത് ഉറപ്പിക്കണമേ. നല്ല നിലത്ത് വീണ വിത്തുകളായി മാറട്ടെ. അധികം ബലം കായ്ക്കട്ടെ. ദൈവത്തിൽ വിശ്വസ്തരായിരിക്കട്ടെ. അവിശ്വസ്തതയെല്ലാം മാറ്റി വിശ്വസ്തതയുള്ളൊരു ഹൃദയം എല്ലാവരുടെ ജീവിതത്തിലും അങ്ങ് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിർമ്മലവും മാംസളവുമായുള്ളൊരു ഹൃദയം അവരുടെ ജീവിതത്തിൽ അങ്ങ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കേട്ട വചനം അധികം ശ്രദ്ധയോടെ അത് കൈക്കൊള്ളുന്നവരായിരിക്കട്ടെ. കർത്താവിൽ ബലം കായ്ക്കുന്നവരായിരിക്കട്ടെ. വരും നാളുകളിൽ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കട്ടെ. അവരുടെ ജീവിതത്തിൽ വരുന്ന ആരാധനകൾ ദൈവം പ്രസാദിച്ചു എന്ന് പറയുന്ന ശബ്ദം അവർ കേൾക്കട്ടെ. മകനെ, മകളെ, നിൻ്റെ പ്രാർത്ഥനയും നിൻ്റെ വചനധ്യാനവും നിൻ്റെ ആരാധനയും എനിക്ക് പ്രസാദകരമായി എന്ന് ദൈവശബ്ദം അവർ കേൾക്കട്ടെ. അപ്പാ, പ്രാർത്ഥനയാചന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.